നിങ്ങൾ ഈ വണ്ടിയുടെ നമ്പർ ഒന്ന് നോക്കൂ, KL01CQ7131. ഈ നമ്പർ അടിച്ചു എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും ഇപ്പോൾ അവൈലബിൾ ആണ്. സ്വകാര്യതയ്ക്ക് യാതൊരു വിലയില്ല. നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ അയച്ചു നോക്കൂ, നിങ്ങളുടെ ഡേറ്റ ഫുൾ, അഡ്രസ്സ് ഉൾപ്പെടെ, ഫോൺ നമ്പർ ഉൾപ്പെടെ, ചേസ് നമ്പർ ഉൾപ്പെടെയാണ് പബ്ലിക്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മുടെ എല്ലാ ഡേറ്റയും ചോർന്നിരിക്കുന്നു. അതായത് പരിവാഹനിലുള്ള മുഴുവൻ ഡേറ്റയും ചോർന്നിരിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ വണ്ടിയുടെ നമ്പർ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ചേസ് നമ്പർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും ടെലിഗ്രാം ബോട്ടിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടിയുടെ നമ്പർ അയച്ചു കൊടുത്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും, ഇൻക്ലൂഡിങ് ഫോൺ നമ്പർ വരെ കിട്ടുന്ന രീതിയിലേക്ക് ഒരു 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 ബോട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഡേറ്റ ചോർന്നെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഞാനൊരു സർക്കാർ വണ്ടിയുടെ നമ്പർ അടിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് എടുത്തുതരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് അടിച്ചു നോക്കുക. അപ്പം ഫുൾ ഡീറ്റെയിൽസും കിട്ടും. ഇതിനൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ കൊടുത്താൽ ഇവരുടെ ഫോൺ നമ്പർ വരെ തരാമെന്നാണ് പറയുന്നത്. ഇതിനകത്തിൽ അപകടം എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കിട്ടുന്ന ഒരാൾക്ക് നിങ്ങളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം, അല്ലെ നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ഒരുപാട് സാധ്യതകളൊക്കെ ഇന്നുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണോ തെറ്റ് വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിന് ഉടനടി നടപടി എടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് ഈ ഡേറ്റ ചേർന്നത്? ഈ ഡേറ്റയ്ക്ക് എന്ത് സെക്യൂരിറ്റിയാണുള്ളത്? സ്വകാര്യതയ്ക്ക് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത്? ഞാനിത് കണ്ടപ്പോൾ വളരെയധികം ഞെട്ടിപ്പോയി, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇതൊക്കെ ആരുടെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നാലും ഇതിനെന്താണ് പരിഹാരം ഉണ്ടാക്കണം. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പിഴവുകൾ പരിഹരിക്കുകയും വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ അർജൻറ്റായിട്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്.